ഇത് ഇന്ന് നമ്മുടെ വീടിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ ഭർത്താവ് റെയിൽവേയിലാണ് ജോലി. അപ്പോൾ ശരിക്കും ഇത് കണ്ടോ, അങ്ങറ്റം വരെയും കിടക്കണേണേ. അപ്പം ഇത് ശരിക്കും എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു യാത്ര തന്നെയാണ് കേട്ടോ, അങ്ങോട്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റക്കല്ല, നല്ല സ്ട്രോങ് ആയിട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നിട്ടാണ് എൻ്റെ മൂകാംബിക ഹെയർ ഓയിലിൻ്റെ തുടക്കം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവരത് സ്ട്രോങ് ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണേന് കേട്ടോ. ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി വാങ്ങിക്കും. രണ്ടാമത് അവരുടെ ചോയ്സാണ് വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത് അവർ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ കൊല്ലം, തിരുവനന്തപുരം, പിന്നെ എവിടെയാണ്, പാലക്കാട് ഞാൻ പറയാം. പാലക്കാട് ഇവിടെയുള്ള ഒരു എറണാകുളത്തുള്ള ഒരു ഫാമിലി ആണ് കേട്ടോ നമുക്ക് പാലക്കാട് തൊട്ട് സജസ്റ്റ് ചെയ്തേക്കണത്. ശരിക്കും ഇപ്പോൾ അവിടെ എനിക്ക് അവിടുത്തെ ഫാമിലി തന്നെ എനിക്കിങ്ങനെ ഓരോ ഫാമിലീനെ സജസ്റ്റ് ചെയ്ത് തരണേന് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കുടുംബത്തിനും അവിടെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കും ഇതെന്താ എപ്പോഴും നന്ദി തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതമൊക്കെ. നന്ദി പറയാണ്ട് നമ്മുടെ സ്നേഹവും എന്താണെങ്കിലും നമ്മളത് അകത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവരറിയണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയണേണ് എന്നെ സപ്പോർട്ട് ചെയ്ത്. എനിക്കിപ്പോൾ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കേട്ടോ, മൂകാംബിക ഹെയർ ഓയിലും അതുപോലെ തന്നെ എള്ളുണ്ട. അത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവരൊക്കെ പറയണം. അത് നല്ലോണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഉണ്ടാക്കണം. ഞാൻ കുറേശ്ശെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഇല്ല, നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് വെച്ച് ഞാൻ തന്നെ ചെയ്യുന്നത് കാരണം ആ ചൂടോടുകൂടിയൊക്കെ പിടിക്കണം നമ്മളെ. അപ്പോൾ കൈയൊക്കെ നമുക്ക് ഇതാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറേശ്ശെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൂകാംബിക ഹെയർ ഓയിലിൻ്റെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷം. അപ്പോൾ എന്നെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ എന്താ പറയുക, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.